എന്താണ് കാപ്രക്കർ, എന്താണ് പാലിൻഡ്രോമിക് നമ്പർ, എന്താണ് ഗൂഗിൾ? ഹായ് മക്കളെ, നമസ്കാരം. ഉബൈദ് മാത്സ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലെ പാഠപുസ്തകം സ്റ്റാർട്ട് ചെയ്യാണ്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, അതിനകത്തുള്ള 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലെ ഓരോ ചാപ്റ്റേഴ്സ് ഉള്ള ക്ലാസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ, പിന്നെ 2, 3 അങ്ങനെ ഓരോ പുസ്തകങ്ങൾ തീർത്തായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ പാഠപുസ്തകത്തിന്റെ ഒരു സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു പ്ലേലിസ്റ്റിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മക്കളെ, നമ്മളിന്ന് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ. ഈ 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ വരകളും വട്ടങ്ങളും എന്ന് പറയുന്നതാണ്. ഈ 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിനകത്ത് നമുക്ക് വേണ്ട PSCക്ക് വേണ്ട വലിയ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. 1ാമത്തെ ചാപ്റ്ററിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പടം എങ്ങനെ വരയ്ക്കും, വൃത്തം എങ്ങനെ വരയ്ക്കും, ഇതൊക്കെയാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടത് 2ാമത്തെ ചാപ്റ്റർ തൊട്ടുള്ള കാര്യത്തിനകത്താണ് മെയിനായിട്ടും വേണ്ട കാര്യം. എന്നാൽ 1ാമത്തെ ചാപ്റ്ററിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 3 പോയിന്റ്സുകൾ അതിനകത്ത് പറയുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് LP-UP കുട്ടികളുണ്ടെങ്കിൽ അവർക്ക്, അതേപോലെ ബാക്കിയുള്ള കുട്ടികൾക്ക് എല്ലാം അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അതിനകത്ത് 1, 2, 3 പോയിന്റുകൾ പറയുന്നുണ്ട്. അത് നമ്മൾ പോകെ വേണ്ട കാര്യങ്ങളാണ് അത് വേണ്ടത്. അതെന്താണെന്നുള്ള കാര്യം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതിനകത്ത് ആ 3 പോയിന്റ്സ് ഏതൊക്കെയാണ്, ആ 3 പോയിന്റ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമ്മളെ ചാപ്റ്റർ അവസാനിപ്പിച്ചിട്ട് നേരെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് കയറും. ഓക്കെ ആണല്ലോ? അപ്പോൾ 1ാമത്തെ ചാപ്റ്ററിനകത്ത് നമുക്ക് വേണ്ട എന്താണ്, PSCക്കാരന് വേണ്ട എന്താണ് എന്ന് വെച്ചാൽ അതിനകത്ത് അവർ പറയുന്നുണ്ട് വൃത്തം എന്തുവാണ് നല്ല വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് വൃത്തം എന്ന് മനസ്സിലായല്ലോ? ഒരു ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ സഞ്ചാരപാതയെ വിളിക്കുന്ന പേരാണ് വൃത്തം. ഒരു ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ സഞ്ചാരപാത, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. ഒരു വൃത്തം ഇതെന്റെ വൃത്ത കേന്ദ്രം. അപ്പൊ ഇതാണ് ഒരു ബിന്ദു. ഒരു ബിന്ദുവിൽ നിന്നും തുല്യ അകലത്തിൽ വെച്ചാൽ ഈ അകലങ്ങൾ ഈക്വൽ ആയിരിക്കും. തുല്യ അകലത്തിൽ, അപ്പോൾ ഒരു ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ സഞ്ചാരപാത. മറ്റൊരു ബിന്ദു ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, മറ്റൊരു ബിന്ദു ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ ഒരേ അകലത്തിൽ പോകുന്ന മറ്റൊരു ബിന്ദുവിന്റെ സഞ്ചാരപാതയെ വിളിക്കുന്നവരാണ് വൃത്തം. അപ്പൊ ഈ ബിന്ദു ആയിരിക്കും ഈ ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിന്റെ സഞ്ചാരപാതയെ. ഇത് നമ്മൾ അകലങ്ങളെല്ലാം ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ വൃത്തം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ സഞ്ചാരപാതയെ വിളിക്കുന്നവരാണ് വൃത്തം. ഓക്കെ ആണല്ലോ? യെസ്. ഇതാണ്. അപ്പൊ വൃത്തം എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി അതുകൂടാതെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഈ അനങ്ങാത്ത ബിന്ദുവിനെ ഓക്കെ വൃത്ത കേന്ദ്രം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു അനങ്ങാത്ത ബിന്ദുവിൽ, കറക്റ്റ് പറഞ്ഞ ഒരു അനങ്ങാത്ത ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിന്റെ തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ സഞ്ചാരപാതയാണ് വൃത്തം. എന്ന് വെച്ചാൽ ഒരു അനങ്ങാത്ത ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ സഞ്ചാരപാതയാണ് വൃത്തം എന്ന് പറയുന്നത്. ഈ അനങ്ങാത്ത ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്നവരാണ് വൃത്ത കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയും. മനസ്സിലായല്ലോ? വൃത്തത്തിനകത്ത് ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും. അത് കറക്റ്റ് നമ്മൾ നടുക്ക് സ്കൂളിലൊക്കെ പഠിപ്പിക്കുക. നമ്മൾ ഇങ്ങനെ കോമ്പസ് കുത്തിയിട്ട് ഇങ്ങനെ വൃത്തം വരയ്ക്കത്തില്ലൂടോ, ആ കുത്തുന്ന ഭാഗം, ഇതാണ് നമ്മൾ വൃത്ത കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓഫ് ദി സർക്കിൾ എന്നാണ് പറയുന്നത്. അത് നമ്മൾ വിളിക്കുന്നവരാണ് അനങ്ങാത്ത ബിന്ദു. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം വൃത്തത്തിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദുവിൽ നിന്ന്, അനങ്ങാത്ത ഒരു ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ സഞ്ചാരപാതയെ നമ്മൾ വൃത്തം എന്നാണ് വിളിക്കുന്നത്. ഈ അനങ്ങാത്ത ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്നവരാണ് വൃത്ത കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓഫ് ദി സർക്കിൾ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി എന്താണ് ഈ അനങ്ങാത്ത ബിന്ദുവും സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന ബിന്ദുവും തമ്മിലുള്ള തുല്യ അകലത്തെ വിളിക്കുന്നവരാണ് വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ അനങ്ങാത്ത ബിന്ദുവും അനങ്ങുന്ന ബിന്ദുവും തമ്മിലുള്ള തുല്യ അകലം. ഈ അനങ്ങാത്ത ബിന്ദു എന്ന് വൃത്ത കേന്ദ്രം, ഈ അനങ്ങുന്ന ബിന്ദു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തം തമ്മിലുള്ള തുല്യ അകലത്തെ, മനസ്സിലായല്ലോ? ഒരേ അകലം, തുല്യ അകലം അല്ലെങ്കിൽ മാറാത്ത അകലത്തെ, ഒരിക്കലും ഈ അകലം മാറത്തില്ല.
ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച് ഈ അകലം മാറത്തില്ല. മനസ്സിലായി? അനങ്ങാത്ത ബിന്ദുവിനും അനങ്ങുന്ന ബിന്ദുവും തമ്മിലുള്ള മാറാത്ത അകലത്തെ നമ്മൾ വിളിക്കുന്നവരാണ് വൃത്തത്തിന്റെ ആരം. ഇപ്പൊ ഇതുണ്ട് ഇവിടുത്തെ ആരം, ഇതെല്ലാം നീളം കറക്റ്റ് ആയിരിക്കും. ഇത് ആരമാണ്, ഇതെല്ലാം ആരം തന്നെയാണ്. മനസ്സിലായോ? ഇതെല്ലാം മാറത്തില്ല. ഈ അകലം, ഈ ഡിസ്റ്റൻസ്, ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് ഒന്നും മാറത്തില്ല. അപ്പൊ വൃത്തകേന്ദ്രം അനങ്ങാത്ത ബിന്ദുവിൽ നിന്നും അനങ്ങുന്ന ബിന്ദുവും തമ്മിലുള്ള മാറാത്ത അകലത്തെ നമ്മൾ വിളിക്കുന്നവരാണ് വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയും. ഈ 3 പോയിന്റ് ആണ് നമുക്ക് ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ്? ഒരു അനങ്ങാത്തൊരു ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ സഞ്ചാര പാതയെ നമ്മൾ വിളിക്കുന്നവരാണ് വൃത്തം എന്നും, അനങ്ങാത്ത ബിന്ദുവിനെ വിളിക്കുന്നവരാണ് വൃത്തകേന്ദ്രം എന്നും. മനസ്സിലായ? അനങ്ങാത്ത ബിന്ദുവും അനങ്ങുന്ന ബിന്ദുവും തമ്മിലുള്ള മാറാത്ത അകലത്തെ നമ്മൾ വിളിക്കുന്നവരാണ് വൃത്തത്തിന്റെ ആരം എന്നുമാണ് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഈ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, ഒരു ബിന്ദുവിൽ നിന്നും അനങ്ങാത്തൊരു ബിന്ദുവിൽ നിന്നും തുല്യ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ സഞ്ചാര പാതയെ വിളിക്കുന്ന പേരെന്ത്? 4 ഓപ്ഷൻസ് വരാം. ഒന്ന് ചതുരം, ഒരു സമയരം, ഒന്ന് ത്രികോണം, ഒന്ന് വൃത്തം. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വൃത്തമായിരിക്കും ആൻസർ ആയിട്ട് എഴുതേണ്ടത്. കാരണം എന്താണെന്നറിയാവോ? ഈ തമ്മിലുള്ള അകലം, അനങ്ങാത്ത ബിന്ദുവും അനങ്ങുന്ന ബിന്ദുവും തമ്മിലുള്ള അകലം കൃത്യമായിട്ട് ഒരേ അകലം തന്നെ ഫോളോ ചെയ്യുന്നത് എന്തിനു മാത്രമേ ഉള്ളൂ? വൃത്തത്തിന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും സമയദൂരത്തിനായാലും ചതുരത്തിന്, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു സമയദൂരം വരയ്ക്കുക. സമയദൂരം വരച്ചതുകൊണ്ട് ഇവിടുത്തെ കേന്ദ്രം ഈ അകലം ആയിരിക്കത്തില്ല, ഇവിടുത്തെ അകലം വ്യത്യാസം ഉണ്ടായി. ഇവിടുത്തെ അകലം ഉണ്ട്, ഈ അകലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇത് മാറിക്കൊണ്ടേ. പക്ഷെ ഇവിടുത്തെ എന്താണ്? ഈ അകലവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? ഇവിടുത്തെ അകലവും വ്യത്യാസം, അതാണ് മാറാത്ത അകലം. ഇപ്പൊ ഒരു ചതുരം വരച്ചു. ഈ അകലം ആയിരിക്കത്തില്ലാണ്ട് ഇവിടുത്തെ അകലം ഇത് ഇങ്ങനെ മാറുന്നതനുസരിച്ച് ഇത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ ആണല്ലോ? ഇപ്പൊ ത്രികോണം വരച്ചാൽ ഇതാണ് ഈ അകലം ആയിരിക്കത്തില്ല ഇവിടുത്തെ അകലം. ഇവിടെ ഇങ്ങനെ വരുന്നതനുസരിച്ച് മാറി വ്യത്യാസമായിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടുത്തെ എന്ന് വെച്ചാൽ ഒരിക്കലും ഈ അകലം എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. അതുകൊണ്ട് PSCക്ക് അങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നേരെ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്റർ 2 എന്ന് വെച്ചാൽ PSC കുട്ടികൾക്ക് ഒരുപാട് ആവശ്യമായിട്ടുള്ള, PSC എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്കും വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ 2 സംഖ്യാലോകം എന്ന് പറയുന്നത്. അതിനകത്ത് PSCക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ PSCക്കകത്ത് കുട്ടികൾ പഠിച്ചു തുടങ്ങുമ്പോൾ മാത്സ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ സംഖ്യകൾ എന്ന് പറയുന്ന ഒരു പോർഷൻസ് ആണ് എടുക്കുന്നത്. ആ സംഖ്യകൾക്കകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യവും ഇല്ലെങ്കിലും ഒരു 60% കാര്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. മനസ്സിലായല്ലോ? 40% മറ്റുള്ള ക്ലാസ്സുകളിലേക്ക് അത് വരുമ്പോൾ അത് കിട്ടിക്കോളും. ഓക്കെ, 60% കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഓക്കെ ആണല്ലോ? നമ്മളപ്പോൾ സമയം കളയുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ്, നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ചാപ്റ്റർ 2 എന്ന് പറഞ്ഞാൽ സംഖ്യാലോകം. ഈ സംഖ്യാലോകത്തിനകത്ത് ആദ്യം പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ആദ്യം നമ്മൾ മില്യൺ എന്താണ്, ബില്യൺ എന്താണ്, ട്രില്യൺ എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മില്യനും ബില്യനും ട്രില്യണും. മനസ്സിലായോ? അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? മില്യൺ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ബില്യൺ എങ്ങനെയാണ്, ട്രില്യൺ എങ്ങനെയാണ്? പരീക്ഷാളിൽ പോയി തെറ്റാതെ എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു ചെറിയ ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് മാത്രം ഓർത്താൽ മതി. അത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടി എന്ന് നോക്കും, നമ്മൾ നോക്കാറുണ്ട്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ എത്ര വ്യൂസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പോസ്റ്റ് ഒക്കെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാറുണ്ട്, ഇത് എത്ര പേര് അത് കണ്ടു, വ്യൂസ് എത്ര ഉണ്ട്. അപ്പൊ 1K എന്ന് പറഞ്ഞാൽ 1000 പേര് കണ്ടു എന്നാണ് അർത്ഥം. 1K എന്ന് വെച്ചാൽ 1000 പേര് കണ്ടു, അല്ലെ 1K ലൈക്ക് കിട്ടിയെന്ന് വെച്ചാൽ 1000 ലൈക്കാണ് അതിന് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ്? അതിൽ നിന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു K എന്ന് പറഞ്ഞാൽ 1000 എന്നാ. ഒരു K എന്ന് പറഞ്ഞാൽ 1000. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 1K 1000 ആണ്. ഓക്കെ, ഇനി എന്താണ് അടുത്തതായിട്ട് പറയുമ്പോൾ ഈ കേക്ക് എന്താണ് ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ, കേക്ക് ഒരു കണക്ഷൻ ഉണ്ടേ. ഓക്കെ, ഈ 1000ത്തെ ഞാൻ 1000 2 പ്രാവശ്യം എഴുതുക. 2 1000 ഗുണിക്കുക. ഒരു K എന്ന് വെച്ചാൽ 1000. 1000 ഗുണം 1000. 1000 ഗുണം 1000 എന്ന് വെച്ചാൽ 10 ലക്ഷം എന്നാണ് കിട്ടുന്നത്. എത്ര കിട്ടുമോ? 10 ലക്ഷം എന്ന് കിട്ടും. മനസ്സിലായല്ലോ? 1000 ഗുണം 1000 എന്ന് വെച്ചാൽ 10 ലക്ഷം. ഈ 10 ലക്ഷത്തെ നമ്മൾ വിളിക്കുന്നവരാണ് 1 മില്യൺ എന്നാണ് വിളിക്കുന്നത്. ഒരു മില്യൺ. ഓക്കെ ആണല്ലോ? ഒരു മില്യൺ. അപ്പൊ മില്യൺ എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. ഓക്കെ ആണല്ലോ? അടുത്ത വീണ്ടും ഞാൻ ഈ K ഒന്ന് കണക്ട് ചെയ്യുക. 1K ഇൻറ്റു 2K ഇൻറ്റു 3K എന്ന് വെച്ചാൽ 3 പ്രാവശ്യം ഞാൻ 1000 ഗുണിച്ചു. 3 പ്രാവശ്യം 1000 ഗുണിച്ചു. 1000 ഇൻറ്റു 1000 ഇൻറ്റു 1000 എന്ന് കിട്ടിയല്ലോ. 1000 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 100 കോടി വരും. 100 കോടി. ഒറ്റ 10 100, 1000 16 ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 100 കോടി. ഈ 100 കോടിയെ വിളിക്കുന്ന പേരാണ് ഒരു ബില്യൺ എന്നാണ് വിളിക്കുന്നത്. ഒരു ബില്യൺ. ഓക്കെ ആണല്ലോ? ഒരു ബില്യൺ.
ഓക്കെ, 100 കോടി എന്ന് പറഞ്ഞാൽ 1 ബില്യൺ ആണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഒരു കെ എന്ന് വെച്ചാൽ 1000 എന്നാണ്. 2 കെ, കെ ഇൻറ്റു കെ എന്ന് വെച്ചാൽ 1000 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 1 മില്യൺ, മില്യൺ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് 1000 ഇൻറ്റു 1000 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാണ് 1 ബില്യൺ എന്നാണ് വിളിക്കുന്നത്. 1 ബില്യൺ. ഓക്കെ ആണല്ലോ. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, വീണ്ടും കെ ആയിട്ടുള്ള കണക്ഷൻ നോക്കാം. 1000 ഇൻറ്റു 1000 ഇൻറ്റു 1000 എന്ന് വെച്ചാൽ 100 കോടിയാണ്. 10 ലക്ഷം 100 കോടി. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത 1000 ഇൻറ്റു 1000 ഇൻറ്റു 1000 ഇൻറ്റു 1000. ഓക്കെ ആണല്ലോ. 4 പ്രാവശ്യം 1000 ഗുണിക്കുന്നതിനെ നമുക്ക് എന്താ വിളിക്കുന്നത്? 1 ട്രില്യൺ എന്നാണ് വിളിക്കുന്നത്. 1 ട്രില്യൺ എന്ന് വെച്ചാൽ 1 ലക്ഷം കോടി എന്നാണ്. മനസ്സിലായോ? 1 ലക്ഷം കോടി. മനസ്സിലായല്ലോ. ഓക്കെ, 1 കഴിഞ്ഞിട്ട് 12 പൂജ്യം 1 2 3 4 5 6 7 8 9 10 11 12 പൂജ്യം. നോക്കിയേ, ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി 100 കോടി 1000 കോടി 10000 കോടി ലക്ഷം കോടി. 1 ലക്ഷം കോടിയെ നമ്മൾ വിളിക്കുന്നവരാണ് 1 ട്രില്യൺ എന്നാണ് വിളിക്കുക. 1 ട്രില്യൺ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് മില്യൺ എന്താണെന്ന് മനസ്സിലായോ? ബില്യൺ എന്താണെന്ന് മനസ്സിലായോ? ട്രില്യൺ എന്താണ് മനസ്സിലായോ? അത് നമുക്ക് ചെയ്യാൻ എന്താണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്താ കെയിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കെ എന്ന് വെച്ചാൽ 1000 ആണ്. 1000 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 1 മില്യൺ ആണ്. 1000 ഇൻറ്റു 1000 ഇൻറ്റു 1000 എന്ന് പറയുന്നത് 1 ബില്യൺ ആണ്. 1000 ഇൻറ്റു 1000 ഇൻറ്റു 1000 ഇൻറ്റു 1000 എന്ന് പറയുന്നത് 1 ട്രില്യൺ ആണ്. അപ്പൊ ഒരു കെ എന്ന് വെച്ചാൽ 1000, 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷം, 1 ബില്യൺ എന്ന് വെച്ചാൽ 100 കോടി, 1 ട്രില്യൺ എന്ന് വെച്ചാൽ 1 ലക്ഷം കോടിയാണ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾ സെറ്റ് ആയല്ലോ, ക്ലിയർ ആയില്ലോടോ? ഓക്കെ, നമുക്ക് ഇതിനകത്ത് അടുത്ത പോർഷൻസിലേക്ക് നമുക്ക് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പോർഷൻ. ഓക്കെ, യെസ്. അടുത്തത് എന്താണ്? ഗൂഗിൾ. ഈ ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മളെ കുട്ടികൾക്കൊക്കെ, ഒരുവിധപ്പെട്ട കുട്ടികൾക്കൊക്കെ അറിയാം, സ്കൂൾ കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ. നമ്മൾ ഈ ഗൂഗിൾ എന്ന് പറയുന്നത് 1 കഴിഞ്ഞിട്ട് 100 പൂജ്യമുള്ള സംഖ്യ വിളിക്കുന്നവരാണ് ഗൂഗിൾ. മനസ്സിലായല്ലോ. 1 കഴിഞ്ഞിട്ട് 100 പൂജ്യമുള്ള സംഖ്യ, 1 കഴിഞ്ഞിട്ട് 100 പൂജ്യമുള്ള സംഖ്യ വിളിക്കുന്നവരാണ് ഗൂഗിൾ. ഇതിനെ നമ്മൾ എഴുതുന്നത് 10⁻100 എന്നാണ് വിളിക്കുന്നത്. എന്താണ്? 10⁻100. ഗൂഗിൾ നമ്മൾ വിളിക്കുന്നവരാണ് 10⁻100. അപ്പൊ എന്താണ്? 1 കഴിഞ്ഞിട്ട് 100 പൂജ്യമുള്ള സംഖ്യ നമ്മൾ വിളിക്കുന്നവരാണ് ഗൂഗിൾ എന്നാണ് വിളിക്കുന്നത്. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10⁻100. നമുക്ക് ഇത്രയും കാര്യം ഇതിനകത്തൊന്ന് അറിഞ്ഞാൽ എന്താണ് ഗൂഗിൾ? PSC ചോദിക്കും, PSC ക്വസ്റ്റ്യൻ ചോദിച്ചേക്കും, എന്താണ് ഗൂഗിൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 1 കഴിഞ്ഞ് 100 പൂജ്യമുള്ള സംഖ്യ, അല്ലെങ്കിൽ ചോദിക്കാം ഈ ചൂടെ തന്നിരിക്കുന്നെങ്കിൽ ഗൂഗിൾ ഏത്, എന്നിട്ട് ഇങ്ങനെ എഴുതും 10⁻100 എന്ന് എഴുതും, 10⁻1000 എന്ന് എഴുതും, അല്ലെങ്കിൽ 1⁻100 എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. ഇങ്ങനെ കുറെ ഓപ്ഷൻസ് എഴുതുക, അല്ലെങ്കിൽ 100⁻100 എന്നൊക്കെ എഴുതും. ഇങ്ങനെയൊക്കെ എഴുതും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് ചൂടെ തന്നിരിക്കുന്ന ഏതാണ് ഗൂഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10⁻100. 1 കഴിഞ്ഞിട്ട് 100 പൂജ്യമുള്ള സംഖ്യ നമ്മൾ വിളിക്കുന്നവരാണ് ഗൂഗിൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ PSC വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആധികാരികമായിട്ട് അറിയണം. അപ്പൊ ഒരു LP-UP പഠിപ്പിക്കുന്ന ഒരു ടീച്ചേഴ്സ് ആണ്, അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയണം, ആധികാരികമായിട്ട് കാര്യങ്ങൾ അറിയണം എന്നുണ്ട് എങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞുതരാം. പാഠപുസ്തകത്തിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത്. എന്താണ് ഗൂഗിൾ? 1 കഴിഞ്ഞിട്ട് 100 പൂജ്യമുള്ള സംഖ്യ വിളിക്കുന്നവരാണ് ഗൂഗിൾ എന്നാണ് വിളിക്കുന്നത്. അത് എഴുതുന്നത് 10⁻100 എന്നാണ് എഴുതുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 10⁻100 എന്ന് എഴുതുമ്പോൾ ചിലർക്ക് ഇങ്ങനെ ഒരു സംശയം ചോദിച്ചേക്കും, 1 കഴിഞ്ഞിട്ട് 10⁻100 എന്നാകുമ്പോ എത്ര? 101 പൂജ്യമായി പോത്തില്ലയോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ നോക്കേ, 10⁻1, 10⁻1 വെച്ചാൽ 10 കണ്ടോ. മേളിൽ 1 ആണെങ്കിൽ ഇവിടെ 1 കഴിഞ്ഞിട്ട് 1 പൂജ്യം. 10⁻2 വെച്ചാൽ 100. 2 ആണെങ്കിൽ 1 കഴിഞ്ഞിട്ട് 2 പൂജ്യം. 10⁻3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ആണ്. അപ്പൊ എന്താണ്? മേളിൽ ⁻3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 കഴിഞ്ഞിട്ട് 3 പൂജ്യം. അപ്പൊ എന്താ? 10⁻100 എന്ന് എഴുതി കഴിഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് എത്ര പൂജ്യം ആയിരിക്കും? 100 പൂജ്യം തന്നെ ആയിരിക്കും. മനസ്സിലായി? അപ്പൊ മേളത്തെ പവർ എത്ര ആണോ അത്രയും പൂജ്യങ്ങൾ 1 കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്. നമ്മളുടെ പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്? ഈ LP-UP പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് നാളെ കുട്ടികൾ ചോദിച്ചേക്കാം. അല്ലെന്നുണ്ട് എങ്കിൽ എന്താണ് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ ഗൂഗിൾ എന്ന പേര് നൽകിയത് അമേരിക്കയിലെ ഒരു ഗണിത അധ്യാപകനായ എഡ്വേർഡ് കാസ്റ്റ്നർ എന്ന ഗണിത അധ്യാപകനാണ്, അല്ലെങ്കിൽ ഗണിത ശാസ്ത്രജ്ഞൻ കൂടിയാണ് പുള്ളി. മനസ്സിലായല്ലോ. ഓക്കെ, അമേരിക്കക്കാരനാണ്. അദ്ദേഹമാണ് ഈ പേര് നൽകിയത്. എഡ്വേർഡ് കാസ്റ്റ്നർ എന്ന് പറയുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഗണിത അധ്യാപകനാണ് ഈ ഗൂഗിൾ എന്ന പേര് നൽകിയത്. ഈ ഗൂഗിൾ എന്ന പേര് വരാനുള്ള ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഗൂഗിൾ എന്ന പേര് ഇട്ടാനുള്ള കാരണം? ഇദ്ദേഹം തന്റെ മരുമകനുമായിട്ട് ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, മരുമകനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹം എന്റെ മരുമകനുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നോട്ട് ഒരു ചോദ്യം ചോദിക്കും, എടാ 1 കഴിഞ്ഞിട്ട് 100 പൂജ്യമുള്ളതിനെ നീ എന്ത് വിളിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഈ അദ്ദേഹത്തെ മരുമകനായ
മിൽട്ടൺ പറയുന്നതാണ് ഗൂഗോൾ എന്ന് പറയും. മനസ്സിലായല്ലോ? അദ്ദേഹവും അദ്ദേഹത്തിന്റെ മരുമകനായ മിൽട്ടനുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കും, 1 കഴിഞ്ഞിട്ടുള്ള 100 പൂജ്യത്തെ എന്ത് വിളിക്കുമെന്ന് ചോദിക്കുമ്പോൾ മരുമകനായ മിൽട്ടൺ പറയുന്നതാണ് ഗൂഗോൾ. ഇതാണ് പിന്നീട് 1 കഴിഞ്ഞു 100 പൂജ്യമുള്ള സംഖ്യയ്ക്ക് ഗൂഗോൾ എന്ന പേര് വരാനുള്ള കാരണമായി പറയുന്നത്. അദ്ദേഹത്തിന്റെ കണക്കും ഭാവനയും അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുന്ന എഡ്വേർഡ് കാസ്റ്റനറുടെ പുസ്തകത്തിനകത്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ ആണല്ലോ? പിന്നീട് ഈ ഗൂഗിൾ എന്ന പേരിൽ നിന്നുമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ എന്ന് പറയുന്ന പേരുണ്ടായത്. ഗൂഗിൾ എന്ന് നമ്മൾ എപ്പോഴും ബ്രൗസിംഗ് സെർച്ച് ചെയ്യുന്നില്ലയോ, നെറ്റിൽ സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ എന്ന് പറയുന്നത് ആ പേര് കിട്ടിയത് ഈ ഗൂഗിൾ എന്ന പേരിൽ നിന്നുമാണ്. ഓക്കെ ആണല്ലോ? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് മാത്രം മതി, എന്താണ് ഗൂഗിൾ എന്നോ 1 കഴിഞ്ഞിട്ട് 100 പൂജ്യമാണ്, അതിന് 10⁻100 എന്നാണ് എഴുതുന്നത്, ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നമുക്ക് നേരെ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അടുത്തത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ മതി പറയുവാണ്. നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കാമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ കുറച്ച് സമയം ലാഭിക്കാം, അതിനുവേണ്ടി മാത്രം പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് പുസ്തകത്തിനകത്ത് പറഞ്ഞു 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്ന് വെച്ചിട്ടുണ്ട്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം 1 to 9, 1 to 9. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 1 × 2 × 3 × 4 × 5 ഇങ്ങനെ 9 വരെ എഴുതി ഗുണിച്ചു നോക്കണം. അങ്ങനെ ഗുണിച്ച് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അഥവാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ കാണാതെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 3,62,880 ആണ്. 3,62,880 നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാതെ പഠിക്കുകയാണെങ്കിൽ PSC ക്ക് വേണ്ട നാളെ ഒരു ക്വസ്റ്റ്യൻ ഇടും. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം ചൂടെ തന്നിരിക്കുന്ന ഏത് എന്ന് ചോദിക്കാൻ നിങ്ങൾ 1 മുതൽ 9 വരെ എഴുതി ഗുണിച്ച് സമയം കളയണമെന്നില്ല. അതിന്റെ ആൻസർ 3,62,880 ആണ്. പാഠപുസ്തകത്തിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയിടും. നമ്മൾ പാഠപുസ്തകത്തിനകത്ത് പറയുന്നതാണ് 1,3 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? 1ഉം 3ഉം ആവർത്തിക്കാതെ എത്ര 2 അക്ക സംഖ്യകൾ അല്ലെങ്കിൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. 1, 3 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എത്ര ഉണ്ടാക്കാം? 2 2 ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, 1 13, 1 31 ഈ 2 സംഖ്യകളായിരിക്കും ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? 13, 31 ഈ 2 സംഖ്യകളായിരിക്കും ഉണ്ടാക്കാൻ കഴിയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ 1 3 ഇവിടെ ഒരു പ്രാവശ്യം ഉള്ളു, 3 1 ഒരു പ്രാവശ്യം ഉള്ളു. അപ്പം 2 എണ്ണമാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. എത്ര ഉണ്ടാക്കാൻ കഴിയുന്നത്? 2 എണ്ണമായിരിക്കും ഉണ്ടാക്കാൻ കഴിയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിപ്പോ 2 എണ്ണം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇത് ഈ രീതി ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു 3 4 5 10 സംഖ്യകളൊക്കെ തരുവാണെങ്കിൽ ഇതേപോലെ എഴുതി നോക്കുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. അവിടെ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം 2 എണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പം അങ്ങ് ചെയ്തു. പക്ഷെ 2-ൽ-അധികം സംഖ്യകളാണ് ഇതിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ഒറ്റ കാര്യം ആലോചിക്കുക. ഇവിടെ എത്ര എണ്ണം ഉണ്ട് സംഖ്യകൾ? 1 2 എണ്ണം. സംഖ്യകളല്ല നോക്കേണ്ടത്, എണ്ണമാണ് നോക്കേണ്ടത്. ഞാൻ എടുത്തു പറയാം, സംഖ്യകളല്ല നോക്കേണ്ടത്, എണ്ണം. എത്ര എണ്ണം ഉണ്ട്? 1 2 എണ്ണമാണുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ ഇങ്ങനെ എഴുതാനുണ്ട് 2 × 1. 2 × 1 എന്ന് വെച്ചാൽ 2 2 ആയിരിക്കും ഉണ്ടാക്കണം. മനസ്സിലായോ? ഇതിനെ +1 പോർഷൻസിനകത്തൊക്കെ പറയും 2 ഫാക്ടോറിയൽ എന്നൊക്കെ പറയുന്നത്. 2 ഫാക്ടോറിയൽ ഇങ്ങനെ 2 ഫാക്ടോറിയൽ എന്താണ്? ഇപ്പൊ 2 ഫാക്ടോറിയൽ +1 പോർഷനിലൊന്നും പോകണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. 2 ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് 2 × 1 എന്നാണ് അർത്ഥം. അപ്പൊ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ 3 ഫാക്ടോറിയൽ. അപ്പൊ എന്താ 3 × 2 × 1 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, 3 × 2 × 1 എന്ന് വെച്ചാൽ 6 ആയിരിക്കും. മനസ്സിലായി? 2 ഫാക്ടോറിയൽ 2 ആണ്. അപ്പൊ 4 ഫാക്ടോറിയലോ അപ്പൊ എന്താണ് 4 × 3 × 2 × 1. മനസ്സിലായല്ലോ? 3 4 12 12 × 2 24. മനസ്സിലായി? ഇങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പൊ അത്രയും ഫാക്ടോറിയൽ നിങ്ങൾ അങ്ങ് എഴുതി വെച്ചാൽ ഇപ്പൊ 1 ഫാക്ടോറിയൽ അല്ലെ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലയോ? അപ്പൊ ഈ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക, എത്ര എണ്ണം ഉണ്ട് സംഖ്യകൾ? 2 എണ്ണം. അപ്പൊ 1 × 2 ആയിരിക്കും. സംഖ്യകൾ എത്ര ഉണ്ടോ? 3 എണ്ണം ഉണ്ടെങ്കിൽ 1 × 2 × 3 ആയിരിക്കും. 5 എണ്ണം ഉണ്ടെങ്കിൽ 1 × 2 × 3 × 4 × 5 അങ്ങനെ എങ്ങനെ എഴുതിയാൽ അത്രയും സംഖ്യകളായിരിക്കും എന്താ ഇത് ആവർത്തിക്കാതെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരാതെ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുവാന്ന് വെച്ചാൽ നമ്മുടെ 13 31 അല്ലയോ? ഇനി റിപ്പീറ്റ് ചെയ്തു വന്നത് എന്താ? നമുക്ക് 11 എന്ന് എഴുതാം, 33 എന്ന് എഴുതാം. അപ്പൊ 1 1 റിപ്പീറ്റ് ആയി, 3 3 റിപ്പീറ്റ് ആയി. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാതെ ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര ഉള്ളൂ? 2 2 എണ്ണേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇത് പാഠപുസ്തകത്തിനകത്തുള്ള ക്വസ്റ്റ്യനാ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ.
1,3,5 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ. 1,3,5 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. അപ്പൊ 1, 3, 5 എന്നീ സംഖ്യകൾ, ഈ സംഖ്യകൾ ആവർത്തിക്കുക, റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. എത്ര ഉണ്ടാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മൂന്നക്ക സംഖ്യ? നമുക്ക് ആദ്യം നോക്കാം. അവിടെ 135 ഒരെണ്ണം ഉണ്ടാക്കി. അടുത്ത എത്ര കിട്ടി? 153 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത എത്ര കിട്ടി? എത്ര? അപ്പൊ രണ്ടെണ്ണം ഉണ്ടാക്കി. അടുത്തത് 315. ഓക്കെ, അടുത്തത് 351. അടുത്തത് 513. ഓക്കെ, അടുത്തത് 531. എത്ര ഉണ്ടാക്കാൻ പറ്റും? 1, 2, 3, 4, 5, 6. ഇതിനപ്പുറത്ത് ഏത് വന്നാലും ശരി എന്ത് ചെയ്യും? ഈ നമ്പർ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? ഇത്ര 6 എണ്ണമായേ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അതിന് നമുക്ക് ഇത്ര എഴുതി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും. എത്ര അക്കങ്ങളുണ്ട്? 1, 2, 3 3 അക്കങ്ങളല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ 3 ഫാക്ടോറിയൽ എങ്ങനെ എഴുതുക? 3 × 2 × 1. അതായത് 23 6 6 1 6. എത്ര ഉണ്ടാക്കാൻ പറ്റും എന്ന് വെച്ചാൽ 6 എണ്ണം ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായല്ലോ? 3 ഫാക്ടോറിയൽ. അപ്പൊ എത്ര? ഈ 1, 3, 5 ഈ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ 6 എണ്ണം ആയിരിക്കും. ആ 6 എണ്ണമാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ സംഖ്യകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇതേപോലെ എഴുതി നോക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ഷോർട്ട് കട്ട് ഒക്കെ ഉപയോഗിച്ച് വെച്ചാൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1,3,5,8. ചുമ്മാ 1, 3, 5, 8 ഈ നമ്പർ ആവർത്തിക്കാതെ എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? എത്ര നാലക്ക സംഖ്യകൾ? അപ്പൊ നോക്കിയോ, 1, 2, 3, 4. ഇതിൽ ഈ നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരാനേ പാടില്ല. എത്ര നാലക്ക 4 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കണം ഉണ്ടാക്കണം. അപ്പൊ 1, 2, 3, 4 നമ്പേഴ്സ് ആണല്ലോ ഉള്ളത്. ഈ 4 നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് എണ്ണം 4 എന്ന് എഴുതിയാൽ 4 ഫാക്ടോറിയൽ എങ്ങനെ എടുത്താൽ പോരാടോ? 4 × 3 × 2 × 1. ഓക്കെ ആണല്ലോ. 3, 4, 12, 12 കൂടെ 2, 24. എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ 24 എണ്ണം ഉണ്ടാക്കാൻ കഴിയും. മനസ്സിലായി? 1, 3, 5, 8. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 നമ്പേഴ്സ് ആണുള്ളത്. ഈ നമ്പറുകൾ റിപ്പീറ്റ് ചെയ്ത് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 24 എണ്ണം ഉണ്ടാക്കാൻ കഴിയും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് പാഠപുസ്തകത്തിനകത്ത് പറയുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്തുകൊണ്ടാണ് ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നോക്കുന്നത്. 1, 2, 3, 4, 5 ഈ നമ്പർ ആവർത്തിക്കാതെ 1, 2, 3, 4, 5 ഈ നമ്പർ ആവർത്തിക്കാതെ എത്ര അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാം? 5 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പൊ ഇവിടെ എണ്ണം എത്ര ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം ഇല്ലേ ഉള്ളൂ. 5 എണ്ണം ആകുമ്പോൾ നമുക്ക് എന്താ 5 ഫാക്ടോറിയൽ എന്ന് കൊടുക്കുക. എന്താ 5 × 4 × 3 × 2 × 1 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഓട്ടെ, 2 10 3 12 120 നമ്പേഴ്സ് ഉണ്ടായിരിക്കാം. 120 നമ്പേഴ്സ്. ഇത് ഞാൻ ആദ്യം കയറി പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഈ തന്നിരിക്കുന്ന നമ്പറുകൾ തമ്മിലാണ് ഗുണിക്കേണ്ടത്. 1, 2, 3, 4, 5 അതന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് തമ്മിലാണ് ഗുണിക്കേണ്ടതെന്ന് ഒരു തോന്നൽ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ആദ്യം ചെയ്തത് വ്യത്യസ്ത നമ്പറുകൾ ഇട്ടിട്ട് ചെയ്ത് കാണിച്ചത്. പുസ്തകത്തിനകത്ത് 1, 2, 3, 4, 5 ഈ നമ്പർ ആവർത്തിക്കാതിരിക്കാൻ എത്ര സംഖ്യ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആ നമ്പറുകൾ തമ്മിലല്ല യഥാർത്ഥത്തിൽ ഗുണിക്കുന്നത്. ഫാക്ടോറിയൽ ആ നമ്പറുകളുടെ എണ്ണമായ 5, 4, 3, 2, 1 ഇങ്ങനെയാണ് നമ്മൾ ഗുണിക്കുന്നത്. അല്ലാതെ ആ നമ്പേഴ്സ് അല്ല. ഞാൻ നേരത്തെ 1, 3, 5, 8 ഒക്കെ എഴുതിയപ്പോൾ അതല്ലല്ലോ ഗുണിച്ചത്. പകരം 1 × 2 × 3 × 4 എന്നല്ലേ ഗുണിച്ചത്. അതേപോലെ തന്നെ ഈ നമ്പർ അല്ല ഗുണിക്കേണ്ടത്, എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഓർമ്മയുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ അവസാനത്തേക്ക് മാറ്റി വെച്ചത്. അവിടെ ആൻസർ എന്ന് വെച്ചാൽ 120 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ 0, 1, 3 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം? 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം. ഓക്കെ ആണല്ലോ? ഇവിടെ എന്തൊക്കെയാണ്? 0, 1, 3 ഈ നമ്പർ ആവർത്തിക്കാതെ എത്ര മൂന്നക്ക സംഖ്യകൾ അല്ലെങ്കിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുമായിട്ട് ഇതിനൊരു കുഴപ്പമുണ്ട്. ഇതിനകത്ത് 0 ഒന്ന് വന്നേക്കുന്നത്. നേരത്തെ 0 അല്ലാത്ത മറ്റേതെങ്കിലും സംഖ്യ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ? 3 ഫാക്ടോറിയൽ നമ്മൾ ഡയറക്റ്റ് അങ്ങ് ചെയ്തേ. ഒരു കുഴപ്പമില്ല, നമ്മൾ സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്തേ 3 ഫാക്ടോറിയൽ. പക്ഷെ ഇവിടെ എന്താണ്? 3 ഫാക്ടോറിയൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഇവിടെ 0 ആണ്. 0 ഒരു നമ്പറായിട്ട് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ 0, 1, 3 എന്നീ നമ്പർ ആവർത്തിക്കാതെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം? 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാം എന്നല്ലേ നമ്മുടെ ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് നോക്കിയാ ഞാൻ ആദ്യം ഒന്നും ഉണ്ടാക്കാം. വേണ്ടേ 1, 0, 3 103 130. അടുത്തത് 301 330. അണ്ടേ 1, 2, 3, 4 1, 2, 3 4 നമ്പർ ഉണ്ടാക്കി. ഇനി നോക്കിയേ 0, 13 0, 30 അല്ല 0, 31. ഓക്കെ, ഇത് നോക്കിയേ
1 2 3 അക്കോ, ഇത് 3 അക്കോ, ഇത് 3 അക്കോ, ഇത് 3 അക്കോ. പക്ഷെ ഇതന്നെ 0 13 നമുക്ക് 2 ഡിജിറ്റ് എന്ന് വായിക്കാൻ പറ്റത്തുള്ളൂ. 0 31 മനസ്സിലായോ? ഇത് 2 ഡിജിറ്റ്, ഒരിക്കലും 3 ഡിജിറ്റ് വരത്തില്ല. ക്വസ്റ്റ്യൻസിനകത്ത് ചോദിക്കുന്നത് എപ്പോഴും എത്രയാണ്? 3 ഡിജിറ്റ് വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, 3 ഡിജിറ്റ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്തരത്തുള്ളൂ. ഇത് 2 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അത് 2 ഡിജിറ്റ് ആയിട്ട്. അപ്പൊ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ 4 നമ്പേഴ്സേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ 0 ഒരു നമ്പർ അതിനകത്ത് 0 കയറി വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടോറിയൽ അകത്ത് ഒരു ചെറിയ കുഴപ്പമുണ്ട്, ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യും? അതിനെ കുറിച്ചാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയേ, ഇവിടെ എത്ര നമ്പർ ഉണ്ട്? മൊത്തത്തിൽ 3 നമ്പർ. 0 ഒഴിച്ച് എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ ഉണ്ട്. 0 ഒഴിച്ച് എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ ഉണ്ട്. അപ്പൊ 0 ഒഴിച്ച് 2 നമ്പർ ആകുമ്പോൾ നമുക്ക് 2 എന്ന് എഴുതാം. 2 ഇൻറ്റു ബാക്കി 2 ഫാക്ടോറിയൽ എഴുതാം. ബാക്കി 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 2 ഫാക്ടോറിയൽ എഴുതാം. നമുക്ക് നോക്കാം. 2 ഇൻറ്റു 2 ഫാക്ടോറിയൽ വെച്ചാൽ 2 ഇൻറ്റു 1. മനസ്സിലായല്ലോ? ആൻസർ 4 എണ്ണമായിരിക്കും ഉണ്ടാക്കണം. ഒറ്റ കാര്യമുള്ളൂ, 0 ഒഴിച്ച് എത്ര നമ്പർ ഉണ്ടോ അത്ര നമ്പർ ആദ്യം ഇൻറ്റു ചെയ്യുക, ആ നമ്പറിന്റെ ഫാക്ടോറിയൽ കാണാം. മനസ്സിലായല്ലോ? ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം? 0 ഒഴിച്ചിട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് ആദ്യം എഴുതുക, അതേ ഇൻറ്റു ആ ബാക്കിയുള്ള 0 ഒഴിച്ചുള്ള നമ്പേഴ്സിന്റെ ഫാക്ടോറിയൽ. അപ്പൊ 2 ഇൻറ്റു 2 ഫാക്ടോറിയൽ, 2 ഇൻറ്റു 1. ആൻസർ 4 നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0,1,2,5 ഈ നമ്പർ ആവർത്തിക്കാതെ എത്ര നാലക്ക സംഖ്യകളുണ്ട്? 0 ഈ നമ്പർ ആവർത്തിക്കാതെ എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? ഇതിനകത്ത് ഒരെണ്ണം 0 ഒരെണ്ണം 0 ആണല്ലോ. അപ്പൊ നമ്മൾ ഇതെങ്ങനെയാ ചെയ്യുന്നത്? കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരെണ്ണം 0 ആയതുകൊണ്ട് ബാക്കി എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ ഉണ്ട്. ആ 3 എഴുതുക. 3 ഇൻറ്റു ബാക്കി 3ന്റെ ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ കൊടുക്കുക. 3 ഫാക്ടോറിയൽ കൊടുത്തേക്കോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. 3 ഇൻറ്റു 3ന്റെ ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 2 3 9 9 ഗുണം 2 18. എത്ര നമ്പർ ഉണ്ടാക്കാൻ കഴിയൂടോ? 18 നമ്പർ ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. ഈ 0 ഒരു നമ്പറിന്റെ ഫ്രണ്ടിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ 18 എണ്ണമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഒക്കെ നോക്കുക. 0 ഒഴിച്ചിട്ട് ബാക്കി എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ ഉണ്ട്. ആ 3 ഇൻറ്റു ആ 3 നമ്പറിന്റെ ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 3 ഫാക്ടോറിയൽ. ആൻസർ 18 എണ്ണം ആയിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 0 1 2 3 5 7 ഈ നമ്പർ ആവർത്തിക്കാതെ എത്ര അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാം? എത്ര അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാം? ഓക്കെ ആണല്ലോ? അപ്പൊ അഞ്ചക്ക സംഖ്യ എത്ര ഉണ്ടാക്കാൻ പറയുമ്പോൾ ഒരു നമ്പർ 0 വന്നത് കൊണ്ടാണ് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞ ഫാക്ടോറിയൽ നിന്ന് മാറ്റി പിടിക്കുന്നത്. അപ്പൊ നോക്കിയേ, 0 ഒഴിച്ച് ബാക്കി എത്ര നമ്പർ ഉണ്ട്? 4 നമ്പർ ഉണ്ട്. 4 ഇൻറ്റു ഈ 4ന്റെ ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 4ന്റെ ഫാക്ടോറിയൽ. അപ്പൊ എത്ര? 4 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ ആണല്ലോ? 2 4 16 16 16 ഗുണം 3 48 47 ഗുണം 2 96. എത്ര ഉണ്ടാക്കാൻ പറ്റും? 96 ഉണ്ട്. ഒരു 2 6 6 4 24 24 ഗുണം 4 24 ഗുണം 4 എന്ന് വെച്ചാൽ 96 എണ്ണമാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. നമുക്ക് ഇവിടെ മാക്സിമം ഉണ്ടാക്കാൻ കഴിയുന്ന നമ്പറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 0 ഒഴിച്ച് 0 ഇവിടെ ഒരു നമ്പർ ആയതുകൊണ്ട് നമ്പർ ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ കഴിയുന്ന എത്ര അഞ്ചക്ക സംഖ്യകൾ 5 ഡിജിറ്റ് നമ്പർ 1 2 3 4 5 5 ഡിജിറ്റ് നമ്പറുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 96 എണ്ണമാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കിയേ. 0 1 3 5 7 8 1 2 3 4 5 6 ഈ നമ്പറുകൾ ആവർത്തിക്കാതെ എത്ര ആറക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. മനസ്സിലായല്ലോ? ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എത്ര പേർക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് കാപ്രേക്കർ സംഖ്യ. എന്താണ് കാപ്രേക്കർ സംഖ്യ? ഓക്കെ ആണല്ലോ? ഈ കാപ്രേക്കർ സംഖ്യ എന്ന് പറയുന്നത് 6174 എന്ന് പറയുന്നതാണ് കാപ്രേക്കർ സ്ഥിരസംഖ്യ. കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത് 6174. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു PSC വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യം മാത്രം അറിഞ്ഞാൽ എന്താണ് കാപ്രേക്കർ സംഖ്യ, ചൂടെ തന്നിരിക്കുന്ന കാപ്രേക്കർ സംഖ്യ എത്ര 6174 എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഈ 6174 അറിയപ്പെടുന്ന പേരെന്ത്? കാപ്രേക്കർ സ്ഥിരസംഖ്യ, രാമാനുജൻ സംഖ്യ എന്നൊക്കെ പറഞ്ഞ പല പേരുകളും തരും, ഓപ്ഷനകത്ത് തരും. നമുക്ക് അറിയണം കാപ്രേക്കർ സംഖ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇത് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ അറിയണം, LP UP ടീച്ചേഴ്സിനൊക്കെ കാര്യങ്ങൾ അറിയണോ, അല്ലെങ്കിൽ അവരെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. അവർക്ക് വേണ്ടി ഞാൻ വേറെ 1-2 കാര്യം കൂടെ പറയാം. ഈ 6174 കാപ്രേക്കർ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് ഇനി അതിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. എന്താണ് കാപ്രേക്കർ സംഖ്യ? ഈ മഹാരാഷ്ട്രക്കാരനായ
ഗണിത അധ്യാപകൻ കൂടിയായ കാപ്രേക്കർ എന്നൊരു വ്യക്തിയാണ് ഈ സംഖ്യ കണ്ടുപിടിച്ചത്. 6174 എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രക്കാരനായ ഗണിത അധ്യാപകൻ കൂടിയായ കാപ്രേക്കറാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അതുകൊണ്ട് അത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്, ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനാണ്, അധ്യാപകനാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. 6174 എന്ന് പറയുന്ന ഈ നമ്പർ കണ്ടുപിടിച്ചു. അപ്പോൾ ചുമ്മാ ഒരു നമ്പർ കണ്ടുപിടിച്ചാൽ മതിയോ? ചുമ്മാ ഒരു നമ്പർ കണ്ടുപിടിച്ച ഒരു പേരും കൊടുത്താൽ മതിയോ? അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ കാണത്തില്ലയോ? അപ്പോൾ ആ സാർ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, പ്രത്യേകതകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ, അപ്പൊ ഈ 6174 എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ച പ്രത്യേകത എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും 4 അക്കങ്ങൾ, മനസ്സിലായല്ലേ? ഏതെങ്കിലും 4 അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ കഴിയുന്ന സംഖ്യകൾ ഏറ്റവും വലുതും ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക. ഓക്കെ, പാഠപുസ്തകത്തിൽ പറയണ്ടേ 2, 3, 5, 6 4 സംഖ്യ ഞാൻ എടുക്കുക. 2, 3, 5, 6 4 സംഖ്യകൾ. ഇത് പാഠപുസ്തകത്തിനകത്ത് പറയുന്ന 4 സംഖ്യകൾ ഞാൻ എടുത്തു. 2, 3, 5, 6 ഈ സംഖ്യകൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഞാൻ എടുക്കാം. അപ്പൊ ഇത് വെച്ച് ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എത്ര? 6, 5, 3, 2 6532 എന്ന് പറയുന്നതാണ് ഇത് ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ചെറുത് എത്ര? 2, 3, 5, 6 ഇതാണ്. ഇത് ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ചെറിയ 4 അക്ക സംഖ്യ. ഇത് നമ്മൾ മൈനസ് ചെയ്യണം. ഇത് മൈനസ് ചെയ്യണം. ഈ നമ്പർ നമ്മളൊന്ന് മൈനസ് ചെയ്തേ. ഓക്കെ, 6, 5, 3, 2 ഇത് മൈനസ് ചെയ്യാം. ഓക്കെ, എത്ര? 2, 3, 5, 6. ഓക്കെ, 6532 ഇത് 2356 കുറയ്ക്കുക. 12 6 പോയി കഴിഞ്ഞാൽ ബാക്കി 6. ഇവിടെ ബാക്കി എത്ര? 2 ഉണ്ട്. 12 5 പോയി കഴിഞ്ഞാൽ 7. ബാക്കിയുള്ളത് എത്ര? 4. 4 3 പോയി കഴിഞ്ഞാൽ 1. പിന്നെ 6 2 പോയി കഴിഞ്ഞാൽ 4. 4176 എന്നിട്ട് 4176. ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 4176 എന്ന് കിട്ടും. ഈ 4176 എന്ന് പറയുന്നത് കാപ്രേക്കർ സ്ഥിരസംഖ്യ ആയോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന് വെച്ചാൽ ആയില്ല. കാപ്രേക്കർ സ്ഥിരസംഖ്യ എത്ര? 6174 കാപ്രേക്കർ സ്ഥിരസംഖ്യ. ഇത് എത്തിയോ എന്ന് നോക്കണം. അവിടെ വരെ എത്തിയാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അവിടെ വെച്ച് കണക്ക് നിർത്താം. പക്ഷെ ഇവിടെ അത് എത്തിയിട്ടില്ല. അപ്പോഴെന്തിടാം? ഇതേ പ്രവൃത്തി വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഈ പ്രവൃത്തി വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എത്ര ഇത് ഈ നമ്പർ വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എത്ര നോക്കാം. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ 7, 6, 4, 1 7641. ചെറുത് എത്ര? 1, 4, 6, 7 ആണ്. 1, 4, 6, 7. അപ്പൊ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും എടുത്തു. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. ഇനി ഇത് തമ്മിൽ കുറയ്ക്കാം. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 7641. അതേപോലെ തന്നെ 1467 കുറയ്ക്കാം. കുറച്ചല്ലോ. ഇവിടെ നോക്കിയേ, 11 7 കുറച്ചു. 11 7 കുറച്ച് ബാക്കി എത്ര കിട്ടി? 4 കിട്ടി. ബാക്കി എത്ര ഉണ്ട്? ഇവിടെ 3 ആണുള്ളത്. 13. 13 6 കുറച്ചു. 13 6 കുറച്ചാൽ 7 കിട്ടി. ബാക്കിയുള്ള എത്ര? 5 ആണ്. 5 4 കുറച്ചാൽ 1. ബാക്കി 6 7 1 കുറച്ചാൽ 6. 6174. 6174 നമ്മുടെ കാപ്രേക്കർ സ്ഥിരസംഖ്യയിൽ നമ്മൾ എത്തിപ്പെട്ടു. കാപ്രേക്കർ സ്ഥിരസംഖ്യയിൽ ഇങ്ങനെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനിയാണ് ഇദ്ദേഹം കണ്ടുപിടിച്ച പ്രത്യേകത എന്താണെന്ന് പറയാൻ പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അപ്പൊ ഏതെങ്കിലും 4 സംഖ്യകൾ എടുക്കുക. അത് വെച്ച് ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും ചെയ്തിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ എപ്പോഴാണോ 6174 എത്തുന്നത് അവിടെ വെച്ച് കണക്ക് നിർത്തുക. ഇനിയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കാപ്രേക്കർ സ്ഥിരസംഖ്യ 6174 വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എടുക്കുക. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എത്ര? 7, 6, 4, 1. ഏറ്റവും ചെറുത് എത്ര? 1, 1, 4, 6, 7. ഇതാണല്ലോ. ഇവ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഈ കാപ്രേക്കർ സ്ഥിരസംഖ്യയിൽ എത്തിയാൽ ആ നമ്പർ വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയെ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എടുക്കണം. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ 7641. ഏറ്റവും ചെറുത് 1467. നമ്മൾ വ്യത്യാസം എടുക്കണം. നിങ്ങൾ നോക്കിയേ, 7641 കിടക്കുന്നത് 1467 കിടക്കുന്ന വ്യത്യാസം എത്ര കിട്ടി? 6174 എന്ന് വെച്ചാൽ ഇത് കാപ്രേക്കർ സ്ഥിരസംഖ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ആ നമ്പർ വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കുറയ്ക്കുകയും ചെയ്താൽ അത് ഉണ്ടാക്കാൻ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ആവർത്തിക്കാതെ
എത്ര പ്രാവശ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലും ഈ പ്രവൃത്തി എത്ര ചെയ്താലും 6174 എന്നുള്ള ഉത്തരം മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഉത്തരത്തിനകത്ത് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവത്തില്ല. ഇനി ഉത്തരം മാറത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത്. ഇത് സ്ഥിരമാണ്. ഈ ആൻസറിനകത്ത് യാതൊരുവിധ മാറ്റമില്ല. വീണ്ടും നിങ്ങൾ 6174 വെച്ചുണ്ടാക്കാൻ ഏറ്റവും വലിയ 4 സംഖ്യ, ഏറ്റവും ചെറിയ 4 സംഖ്യ എടുത്തൊരു കുറച്ച് നോക്കി എപ്പോഴും ഉത്തരം തന്നെ കിട്ടത്തുള്ളൂ. അതാണ് ഇത് അദ്ദേഹം കണ്ടുപിടിച്ച പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു PSC വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്ത് മാത്രം അറിഞ്ഞാൽ മതി, കാപ്രേക്കർ സംഖ്യ എത്ര എന്ന് പറഞ്ഞാൽ 6174 മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻഡ്രോമിക് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരുവഴി സംഖ്യകൾ അല്ലെങ്കിൽ സമമിത സംഖ്യകൾ. എന്താണ് പാലിൻഡ്രോമിക് നമ്പർ അല്ലെങ്കിൽ ഇരുവഴി സംഖ്യ അല്ലെങ്കിൽ സമമിത സംഖ്യ എന്താണെന്ന് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നാൽ സംഭവം വളരെ സിമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. എന്താണ് പാലിൻഡ്രോമിക് നമ്പർ? ഒരു നമ്പറിനെ അല്ലെ ഇരുവഴി സംഖ്യ അല്ലെ സമമിത സംഖ്യ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നമ്പറിനെ രണ്ട് വശത്തുനിന്ന് വായിക്കുമ്പോഴും ഒരേ സംഖ്യ തന്നെ കിട്ടുന്നതിനാൽ അതിനെ വിളിക്കുന്നവരാണ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിയേ, 121. ഇങ്ങനെ വായിച്ചേ 121, ഇങ്ങോട്ട് വായിച്ചേ 121. ഓക്കെ, അടുത്ത 4554. നോക്കിയേ 4554, 4554. രണ്ട് സൈഡിൽ നിന്ന് വായിക്കുമ്പോൾ 1661. 1661 മനസ്സിലായോ? ഓക്കെ, അടുത്തത് 3443. രണ്ട് സൈഡിൽ നിന്ന് വായിക്കുമ്പോഴും ഒരേ നമ്പർ തന്നെ. ഇങ്ങോട്ട് വായിച്ചാലും 3444, 3443. രണ്ട് സൈഡിൽ നിന്ന് വായിക്കുമ്പോഴും ഒരേ നമ്പർ തന്നെ കിട്ടുന്നത് നമ്മൾ വിളിക്കുന്നവരാണ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരുവഴി സംഖ്യ അല്ലെങ്കിൽ സമമിത സംഖ്യ. ഇത്രയും കാര്യമുള്ളൂ പാലിൻഡ്രോമിക് നമ്പേഴ്സ് തൊട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇത് പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഇത് നമുക്ക് അറിയണ്ട. PSC കുട്ടികൾ അറിയേണ്ടത് ചൂടെ തന്നിരിക്കുന്ന പാലിൻഡ്രോമിക് നമ്പർ ഏത് അല്ലെങ്കിൽ ഇരുവഴി സംഖ്യ ഏത് അല്ലെങ്കിൽ സമമിത സംഖ്യ ഏത് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഓക്കെ, അതിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി കുട്ടികൾക്ക് ഇത് കൂടുതൽ വിശദമായിട്ട് അറിയണം, എങ്ങനെയാണ് ഈ പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം, എങ്ങനെയാണ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നതെന്ന്. ഓക്കെ ആണല്ലോ. നമ്മൾ ഉദാഹരണം പാഠപുസ്തകത്തിൽ പറയുന്ന ഒരു നമ്പർ എടുത്ത് ഞാൻ 69 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. 69. ഈ 69 നമ്പർ എടുത്തിട്ട് ഈ 69 നമ്മൾ തിരിച്ചെഴുതും. തിരിച്ചെഴുതുമ്പോൾ 96 എന്ന് എഴുതും. എന്നിട്ട് ഇത് തമ്മിൽ അങ്ങ് കൂട്ടും. ഈ 69 നമ്പർ എടുത്തിട്ട് തിരിച്ചെഴുതുമ്പോൾ നമ്മൾ 96 എന്ന് എഴുതി 96 തമ്മിൽ കൂട്ടും. 9 6 കൂടെ കൂടുമ്പോൾ 15 5 ഇഷ്ടം 1, 10 6 16 165. ഇന്നോട്ട് നോക്കണം, ഇത് പാലിൻഡ്രോമിക് നമ്പർ ആയോ എന്ന് നോക്കണം. 165 ഒരിക്കലും പാലിൻഡ്രോമിക് നമ്പർ അല്ല. അങ്ങനെ ഒന്ന് എന്ത് ചെയ്യണം, ഈ പ്രവൃത്തി നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ട്, 5 എടുത്ത് ആദ്യം എഴുതി, 6 എടുത്ത് രണ്ടാമത് എഴുതി, 1 തിരിച്ചെഴുതി. തിരിച്ചെഴുതിയ ശേഷം വീണ്ടും നമ്മൾ കൂട്ടുക. വീണ്ടും കൂട്ടുമ്പോൾ 5 1 കൂടുമ്പോൾ 6, 6 ഓറും 12 2 ശിഷ്ടം 1, 5 1 6 1 വഴി എത്ര കിട്ടി? 726. ഈ 726 പാലിൻഡ്രോമിക് നമ്പർ ആയോ എന്ന് ചോദിച്ചാൽ ആയില്ല. വീണ്ടും ഈ പ്രവൃത്തി റിപ്പീറ്റ് ചെയ്യുക. 6 ഇവിടെ എഴുതി, 2 ഇവിടെ എഴുതി, 7 എഴുതി. 7 6 13 3 ശിഷ്ടം 1, 4 1 5, 7 6 13 1353. ഇത് പാലിൻഡ്രോമിക് 1351, 3531 ആണ്. ആയില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ പ്രവൃത്തി വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് എഴുതി, 3 എടുത്ത് ആദ്യം എഴുതി, 5 എടുത്ത് രണ്ടാമത് എഴുതി, അടുത്ത് 3 ഇവിടെ 1 എഴുതി, തിരിച്ചെഴുതി. എന്നിട്ട് കൂട്ടാം. 3 1 4, 5 3 8, 5 3 8, 3 1 4. എത്ര കിട്ടി? 4884. പാലിൻഡ്രോമിക് നമ്പർ ആയിട്ടുണ്ട് 4884. തിരിച്ചിങ്ങോട്ട് വായിച്ച് 4884. അങ്ങോട്ട് വായിക്കുമ്പോൾ 4884, തിരിച്ചിങ്ങോട്ട് വായിക്കുമ്പോൾ 4884. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്, ഇതിനെ പാലിൻഡ്രോമിക് നമ്പർ അല്ലെങ്കിൽ ഇരുവഴി സംഖ്യ അല്ലെങ്കിൽ സമമിത സംഖ്യയാക്കി മാറ്റുന്നത് രീതി ഇതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ പാഠപുസ്തകത്തിനകത്തുള്ള നമ്പർ ആയതുകൊണ്ട് ഇട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടിയേക്കുന്നത്. ചിലപ്പോൾ ഇതേപോലെ ഒരുപാട് സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഒരു പാലിൻഡ്രോമിക് നമ്പർ ആയിട്ട് നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. അതുകൂടാതെ പാഠപുസ്തകം ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, എല്ലാ നമ്പറിനെയും പാലിൻഡ്രോമിക് ആക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം, 1,00,000 മേളിൽ എന്തോ 160 കോടി വരെ എഴുതിയിട്ട് പോലും പാലിൻഡ്രോമിക് ആവാത്ത നമ്പറുകൾ ഉണ്ടെന്ന് പുസ്തകത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് പാലിൻഡ്രോമിക് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പാഠപുസ്തകത്തിൽ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പാലിൻഡ്രോമിക് നമ്പർ അല്ലെങ്കിൽ ഇരുവഴി സംഖ്യ അല്ലെങ്കിൽ സമമിത സംഖ്യ എന്ന് വെച്ചാൽ ഒരു സംഖ്യ രണ്ട് വശത്തുനിന്ന് വായിക്കുമ്പോഴും ഒരേ നമ്പർ തന്നെ കിട്ടുവാണെങ്കിൽ അത്തരം സംഖ്യ നമ്മൾ വിളിക്കുന്നവരാണ് ഇരുവഴി സംഖ്യ അല്ലെങ്കിൽ പാലിൻഡ്രോമിക് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അടുത്ത നോക്കിയേ, നമ്മള് പാഠപുസ്തകം ഇതാണ് 5ാം ക്ലാസ്സിലെ പുതിയ പുസ്തകമാണ്. കഴിഞ്ഞ വർഷം മാറിയ പുസ്തകമാണ്. ഈ പുസ്തകം വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 2ാമത്തെ ചാപ്റ്ററിനകത്ത് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് അവർ ഇത് തന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ്
ഞാൻ എൻ്റെ ആൻസർ മാത്രമേ വായിക്കുന്നുള്ളൂ, അല്ലെ ചെയ്ത് കാണിക്കുന്നുള്ളൂ, അല്ലെ എല്ലാം പെട്ടെന്ന് എല്ലാം നമുക്ക് ഇത് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചിരുന്നാൽ മാത്രം മതി. അതിനുവേണ്ടി ഞാനങ്ങ് പറയാം. അഥവാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എന്തായാലും കാണാതെ പഠിച്ചങ്ങ് ആൻസർ ചെയ്ത് വെച്ചാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയില്ല. അപ്പോൾ ഒന്നാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 0 എന്ന അക്കം വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 0 എന്ന അക്കം വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ ആ 9 എണ്ണം ആയിരിക്കും വേണം. 0 എന്ന അക്കം വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ടെന്ന് വെച്ചാൽ എത്രയാണ്? 9 എണ്ണം. ഉദാഹരണം നോക്കിയാൽ 10, 20, 30, 40, 50, 60, 70, 80, 90. മനസ്സിലായല്ലോ? 0, 10, 20, 30, 40, 50, 60, 70, 80, 91, 2, 3, 4, 5, 6, 7, 8, 9. ഈ 9 എണ്ണം ആയിരിക്കും ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ചോദിക്കുന്നത്. അപ്പൊ എല്ലാം ഇതേപോലെ എഴുതുക എന്ന് പറയുന്നത് നമുക്ക് റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആൻസറുകൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 0 എന്ന അക്കം വരുന്ന എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ 9 എന്നാണ്. 0 ഇല്ലാത്ത എത്ര രണ്ടക്ക സംഖ്യകൾ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് 0 ഇല്ലാത്ത എത്ര രണ്ടക്ക സംഖ്യകൾ. മനസ്സിലായോ? 0 ഇല്ലാത്ത എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 81 എണ്ണമാണ്. എത്ര എണ്ണമാണ്? 81 എണ്ണം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ 9 എണ്ണമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 81 എണ്ണമാണ്. ഓക്കെ ആണല്ലോ? ഈ 81 എണ്ണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? മൊത്തത്തിൽ എത്ര രണ്ടക്ക സംഖ്യകളെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 രണ്ടക്ക സംഖ്യകളാണുള്ളത്. 90 രണ്ടക്ക സംഖ്യകൾ. മനസ്സിലായോ? മൊത്തം 1 മുതൽ 100 വരെ 1 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് വെച്ചാൽ 1 മുതൽ 99 വരെ 99 സംഖ്യകളാണുള്ളത്. 1 മുതൽ 99 വരെ 99 സംഖ്യകളാണുള്ളത്. ഓക്കെ ആണല്ലോ? ഈ 99-നകത്ത് 1 മുതൽ 9 വരെ ഒരക്കേ ഉള്ളൂ. 1 മുതൽ 9 വരെ ഒരക്കേ ഉള്ളൂ. അപ്പൊ എന്താണ്? ആ 9 എണ്ണം നമ്മൾ കുറയ്ക്കും. 1 മുതൽ 9 വരെ 9 എണ്ണേ ഉള്ളു. അപ്പൊ എന്താണ്? 9 എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 90 എണ്ണം എന്ന് പറഞ്ഞാൽ രണ്ടക്കം ഉള്ളതാണ്. 90 എണ്ണം എന്ന് വെച്ചാൽ രണ്ടക്കം ഉള്ളത്. മനസ്സിലായി? രണ്ടക്കം ഉള്ള സംഖ്യ എത്ര ഉണ്ട്? മൊത്തം 90 ആണ്. 2 ഡിജിറ്റ് നമ്പർ എത്ര എന്ന് വെച്ചാൽ മൊത്തം 90 എണ്ണമാണ് ഉള്ളത്. കാര്യം 1 മുതൽ 99 വരെ 99 അക്കങ്ങൾ സംഖ്യകളാണുള്ളത്. അതിൽ 1 മുതൽ 9 വരെ 9 അക്കങ്ങളും കുറയ്ക്കുക. 1 മുതൽ 9 വരെ ഒരു ഡിജിറ്റ് സിംഗിൾ ഡിജിറ്റ്. ആ 9 എണ്ണം കുറച്ചാൽ ബാക്കി എത്ര 90 എണ്ണം ഉണ്ട്. ഈ 90 എണ്ണം എന്ന് പറഞ്ഞത് എത്ര അക്കമാണ്? രണ്ടക്കമാണ്. 2 ഡിജിറ്റ് നമ്പറാണ്. മനസ്സിലായല്ലോ? 90 എണ്ണം 2 ഡിജിറ്റ് നമ്പറാണ്. ഈ 90 എണ്ണത്തിനകത്ത് 0 ഇല്ലാത്ത എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0 ഇല്ലാത്തത് 0 ഉള്ളത് 9 എണ്ണം നമ്മൾ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 0 ഇല്ലാത്തത് എത്ര? 90-ൽ നിന്ന് 9 എണ്ണം കുറച്ചാൽ ബാലൻസ് 81 എണ്ണം വരും. അതാണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 81 എണ്ണമാണ്. 0 ഇല്ലാത്ത എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ 81 എണ്ണമാണ്. മൊത്തം 90 എണ്ണമാണ്. അതിൽ 9 എണ്ണം എന്ന് വെച്ചാൽ 0 ഉള്ളതാണ്. അപ്പൊ നമ്മുടെ ആൻസർ 81 ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത അതിനകത്ത് രണ്ടാമത് ഒരു ക്വസ്റ്റ്യൻസിനകത്ത് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിനകത്ത് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒന്നാമത്തെ 2 സബ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പൂജ്യങ്ങളുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 2 പൂജ്യങ്ങളുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് വെച്ചാൽ കാണാതെ പഠിച്ചു വെച്ചാൽ 9 എണ്ണമാണ്. എത്ര? 2 പൂജ്യങ്ങളുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് വെച്ചാൽ 9 എണ്ണമാണ്. എത്രയ്ക്കാ? 100, 200, 300, 400, 500, ഓക്കെ, 600, 700, 800, 900. മനസ്സിലായോ? 2 പൂജ്യങ്ങളുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് വെച്ചാൽ 9 എണ്ണമാണ് ഉള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? മനസ്സിലായല്ലോ? 2 പൂജ്യങ്ങളുള്ള എത്ര മൂന്നക്ക സംഖ്യകളെന്ന് വെച്ചാൽ 9 എണ്ണമാണ്. 1 പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകൾ? എത്ര? 1 പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് വെച്ചാൽ 162 എണ്ണമാണ്. കാണാതെ പഠിച്ചു വെച്ചാൽ 162 ആണ്. അപ്പൊ അഥവാ PSC ചോദിച്ചുവാണെങ്കിൽ ഇതെല്ലാം എഴുതി കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ 162. അപ്പൊ ഉദാഹരണം കണ്ടേ: 101, 102, 103, 104, 105, 106, 107, 108, 109, 110. ഓക്കെ ആണല്ലോ? 110. അടുത്തതുണ്ട് 201, ഇങ്ങനെ 202, 203, എക്സെട്ര. ഇങ്ങനെ പോകും. അങ്ങനെ എത്ര എണ്ണം വരും വെച്ചാൽ മൊത്തം എഴുതി കണ്ടുപിടിക്കാൻ നിൽക്കുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. അപ്പൊ പകരം എത്ര? 162 എണ്ണം കണ്ടുപിടിച്ചത്. എത്രയാണ്? 162. അപ്പൊ കാണാതെ പഠിച്ചു വെച്ചത്. അപ്പൊ എന്താണ് ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ 2 പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ 9 എണ്ണമാണുള്ളത്. അതേപോലെ തന്നെ 1 പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 162 എണ്ണമാണ്. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് 0 ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ 0 ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അത് കാണാതെ പഠിച്ചു വെച്ചാൽ അത് 729 എണ്ണമാണുള്ളത്. എത്രയാണ്? 729 എണ്ണം. അപ്പൊ എന്താ 1 പൂജ്യം പോലും ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ 729 എണ്ണമാണ്. അതെങ്ങനെ വരുമെന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. ഓക്കെ. 1 പൂജ്യം ഉള്ളത് 2 പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 എണ്ണമാണ് ഉള്ളത്.
ഒരു പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകൾ എന്ന് വെച്ചാൽ 162 എണ്ണമാണ്. ഒരു പൂജ്യം പോലും ഇല്ലാത്തത് 729 എണ്ണം എന്നല്ലേ പറഞ്ഞത്. ആകെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ 900 ആണ്. മൂന്നക്ക സംഖ്യകൾ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 900 മൂന്നക്ക സംഖ്യകളാണുള്ളത്. മൂന്നക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 100ലാണ്. മൂന്നക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 100ല് അവസാനിക്കുന്നത് 999. 100 മുതൽ 999 വരെ എത്ര എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 900 എണ്ണമാണുള്ളത്. മനസ്സിലായല്ലോ? 100 മുതൽ 999 വരെ എത്ര എണ്ണമുണ്ട്? 900 എണ്ണമാണുള്ളത്. ഈ 900 എണ്ണത്തിൽ 9 എണ്ണത്തിന് 2 പൂജ്യമുണ്ട്. 162 എണ്ണത്തിന് 1 പൂജ്യമുണ്ട്. മനസ്സിലായല്ലോ? 9 എണ്ണത്തിന് എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യമുണ്ട്. 162 എണ്ണത്തിന് 1 പൂജ്യമുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇത് പൂജ്യം ഉള്ളത് കിട്ടി. അപ്പൊ അത് കിട്ടി 900 മൈനസ് 162 9 കൂട്ടുമ്പോൾ 171 എന്ന് കിട്ടും. 171 ആണല്ലോ. ഓക്കെ, 10ൽ നിന്ന് ഇവിടെ അത് കുറയ്ക്കാം. 10ൽ നിന്ന് 1 കുറച്ചാൽ ബാക്കി 9 വരും. ബാക്കി ഇവിടെ 9 9 7 പോയി കഴിഞ്ഞാൽ 2 വരും. ബാക്കി 8 1 പോയി കഴിഞ്ഞാൽ 7 വരും. ആൻസർ 729. ഇങ്ങനെയാണ് ഇത് വരുന്നത്. പക്ഷെ നിങ്ങൾ ഇത്രയൊന്നും കാണാതെ പഠിക്കേണ്ട. നിങ്ങൾ ആരെയും കാര്യം മാത്രം കാണാതെ പഠിച്ചു വെച്ചാൽ 729 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടക്കങ്ങളിൽ എത്ര ഇരുവഴി സംഖ്യകളുണ്ട്? ഇരുവഴി സംഖ്യ അല്ലെങ്കിൽ സമമിത സംഖ്യ അല്ലെങ്കിൽ പാലിൻഡ്രോമിക് നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. രണ്ടക്കങ്ങളിൽ എത്ര ഇരുവഴി സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ രണ്ടക്കമുള്ള നമ്പറുകളിൽ എത്ര ഇരുവഴി സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ കാണാതെ പഠിച്ചു വെച്ചാൽ അത് 9 എണ്ണം ആയിരിക്കും. 9 എണ്ണം. എങ്ങനെ ഇരുവഴി സംഖ്യ എന്ന് വെച്ചാൽ എന്താ? 11 22 33 44 55 66 77 88 99. രണ്ട് സൈഡ് നോക്കുമ്പോൾ 11 ഇങ്ങനെ വായിച്ചാൽ 22 31. ഞാൻ പറയില്ല, ഇരുവഴി സംഖ്യകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ട് വശത്തുനിന്ന് വായിക്കുമ്പോഴും ഒരേ സംഖ്യ കിട്ടുന്നതിനാണ് ഇരുവഴി സംഖ്യകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വായിക്കുമ്പോൾ ഇങ്ങോട്ട് വായിച്ചാലും 11, ഇങ്ങോട്ട് വായിച്ചാലും 11, ഇങ്ങോട്ട് വായിച്ചാൽ 22, ഇങ്ങോട്ട് വായിച്ചാൽ 22. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 എണ്ണം ഉണ്ട്? 9 എണ്ണമാണുള്ളത്. 9 എണ്ണമാണുള്ളത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മൂന്നക്കങ്ങളിൽ എത്ര ഇരുവഴി സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 എണ്ണമാണുള്ളത്. മൂന്നക്കങ്ങൾ എത്ര ഇരുവഴി സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ 90 എണ്ണമാണ്. നമുക്ക് എങ്ങനെ വായിക്കാം? അത് 111, 222, 333 എക്സെട്ര അങ്ങനെ 999 വരെ വരും. അതേപോലെ തന്നെ എന്ത് വരും? അതേപോലെ എത്ര 101, 201, 202, 303 അങ്ങനെ എഴുതി എത്ര എണ്ണം വരെ എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ 90 എണ്ണം വരെ നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മൂന്നക്കങ്ങളിൽ എത്ര ഇരുവഴി സംഖ്യകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 90 എണ്ണമാണ്. അതിനകത്ത് തന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നാലക്ക സംഖ്യകളിൽ ആയാലോ? നാലക്ക സംഖ്യകളിൽ എത്ര ഇരുവഴി സംഖ്യകളുണ്ട്? നാലക്ക സംഖ്യകളിൽ എത്ര ഇരുവഴി സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ അവിടെയും 90 എണ്ണം തന്നെയാണ്. അത് നിങ്ങൾ കാണാതെ പഠിച്ചു ചോദിച്ചാൽ മതി. അപ്പൊ എത്രയാണ്? രണ്ടക്കങ്ങളിൽ എത്ര? രണ്ടക്ക സംഖ്യകളിൽ എത്ര ഇരുവഴി സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ 9 എണ്ണം. മൂന്നക്ക സംഖ്യയിൽ എത്ര ഇരുവഴി സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ 90 എണ്ണം. നാലക്ക സംഖ്യയിൽ എത്ര ഇരുവഴി സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ അതും 90 എണ്ണം മാത്രമാണുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത 1, 2, 3, 4 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അവയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, 1, 2, 3, 4 എന്നീ സംഖ്യകൾ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം? അവയെല്ലാം കൂടുമ്പോൾ എത്ര കിട്ടും? ഇതല്ലേ ചോദിച്ചിരിക്കുന്നത്. കാര്യമൊന്നുമില്ല, ഇത് കാണാതെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എങ്കിലും ഞാൻ പറയാം, 1, 2, 3, 4 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? ഓക്കെ, അപ്പൊ നമുക്കറിയാലോ, നമുക്ക് 1, 2, 3, 4 സംഖ്യകൾ ആവർത്തിക്കാതെ എത്ര നാലക്ക സംഖ്യ ഉണ്ടാക്കാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1, 2, 3, 4 4 ഫാക്ടോറിയൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 4 × 3 × 2 × 1 ആൻസർ 24 എന്ന് കിട്ടും. എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 24 എണ്ണം ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ ആണല്ലോ. എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ് ആണുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ കിട്ടി 24 എണ്ണം. ഇനി അടുത്ത 4 ഡിജിറ്റ് ആണോ? അപ്പൊ 24 ഞാൻ 4 വെച്ച് ഹരിക്കുമ്പോൾ എത്ര കിട്ടി? 6 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഓരോ നമ്പരും 6 തവണ വീതം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഓരോ നമ്പർ എത്രയാണ്? 6 തവണ വീതം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് എത്രയൊക്കെ നമ്പർ എത്ര? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇതെല്ലാം കൂട്ടാം. ഈ കൂട്ടുന്ന സംഖ്യകളെല്ലാം എപ്പോഴും എവിടെ ഉണ്ടായിരിക്കും? വൺസിലും 6 തവണ ഉണ്ടായിരിക്കും, ടെൻസിൽ 6 തവണ ഉണ്ടായിരിക്കും, ഹൺഡ്രഡ്സിൽ 6 തവണ ഉണ്ടായിരിക്കും, തൗസൻഡ്സിൽ 6 തവണ ഉണ്ടായിരിക്കും. എല്ലാത്തിലും 6 തവണ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, എല്ലാവരും കൂടുമ്പോൾ എത്ര കിട്ടി? 1, 1, 2, 3, 3, 3, 6, 6, 4, 10. മനസ്സിലായല്ലോ? 10 × 6, 6 × 10, 6 × 10, 60 ഉണ്ടായിരിക്കും. ഈ 60 എത്രയിലും ഉണ്ടായിരിക്കും? വൺസിലും ഉണ്ടായിരിക്കും, ടെൻസിലും ഉണ്ടായിരിക്കും, ഹൺഡ്രഡ്സിലും ഉണ്ടായിരിക്കും, തൗസൻഡ്സിലും ഉണ്ടായിരിക്കും. കാര്യം എന്താ? 4 ഒക്കെ ആകുമ്പോൾ 1, 10, 100, 1000 ഇല്ലയോ? അപ്പൊ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. ഓക്കെ, അപ്പൊ നോക്കാം, വൺസിൽ എത്ര ഉണ്ട്? 6 തവണ. ഇപ്പൊ 60 × 1 പ്ലസ് ടെൻസിൽ എത്ര ഉണ്ട്? 60 × 10 പ്ലസ് ഹൺഡ്രഡ്സിൽ 60 × 100
തൗസൻഡ്സിൽ 60 ഇൻറ്റു 1000 60 ഇൻറ്റു 1000 ഓക്കെ ആണല്ലോ 1 ഗുണം 60 60 പ്ലസ് 60 ഗുണം 10 600 പ്ലസ് 60 ഗുണം 100 6000 പ്ലസ് 60 ഗുണം 1000 എന്ന് വെച്ചാൽ 60000 മനസ്സിലായല്ലോ ഓക്കെ 60 ഇതെല്ലാം കൂട്ടിയത് 60000 6000 66000 66660 66660 66660 അക്കങ്ങളെല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്നത് 66660 എന്നുള്ള ഉത്തരവായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണമെന്നില്ല. ഈ ഒറ്റ കാര്യം 66660 എന്ന് മാത്രം കാണാതെ പഠിച്ചാൽ മതി. പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻ എടുത്ത് അതുപോലെ അങ്ങ് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാമല്ലോ. അതുവേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇത്രയും പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ നമ്മൾ അപ്പോൾ എന്താണ് പാഠപുസ്തകത്തിലെ 5ാം ക്ലാസ്സിലെ 2 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഇവിടെ തീർത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 3ാമത്തെ ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ അങ്ങനെ ചാപ്റ്റർ എടുത്ത് 5ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. ഒരു പുസ്തകം ചെയ്യും, 2 പുസ്തകം അങ്ങനെ ഓരോ ചാപ്റ്റർ വൈസും പുസ്തകങ്ങളെല്ലാം തീർത്ത് 10ാം ക്ലാസ് വരെ PSCക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റുള്ളവർക്ക് എത്തിച്ച് നമ്മുടെ ചാനലിന് മാക്സിമം റീച്ച് ഉണ്ടാക്കി തരിക. ഇപ്പോഴേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ.